വെറൈറ്റി ക്രിസ്മസ് ആഘോഷങ്ങൾക്കാണ് ഇത്തവണ തലസ്ഥാനം സാക്ഷിയായിരിക്കുന്നത്. സ്റ്റെതസ്കോപ്പുമായി ക്രിസ്മസ് അപ്പൂപ്പൻ തമ്പാനൂർ KSRTC ഡിപ്പോയിലെത്തിയപ്പോൾ പാറശാലയിലെ വലിയ ഒറിഗാമി നക്ഷത്രമാണ് കൗതുകമായി മാറിയത് കേട്ടോ. വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച തലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ശ്രദ്ധേയമായി. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആരോഗ്യ ബോധവൽക്കരണം ഇവിടെയുള്ള സാധാ ജനങ്ങൾക്ക് നൽകാനും, പിന്നെ നമ്മൾ ക്രിസ്മസ് കൂടിയല്ലേ, അതുകൊണ്ട് ക്രിസ്മസിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് പാട്ടും അതേപോലെ ഡാൻസൊക്കെ ഒത്തുചേർന്ന് ചെയ്യാനും കൂടെ ഉദ്ദേശിച്ച് ചെയ്തതാണ്. ഈ മെഡിക്കൽ കെയർ യൂണിറ്റ് നമ്മുടെ KSRTC സെൻറ്ററിൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാം ഇത് സെൻറ്ററിൽ തന്നെയാണ്. ഇത് പൂർണ്ണമായ സൗജന്യമാണ്. നമുക്കറിയാം ഓരോ ആവശ്യഘട്ടങ്ങളിലും ഒരു എമർജൻസി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് തിരക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടെ വരാം. ഇവിടെ പൂർണ്ണമായും സൗജന്യമാണ്. തലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ മറ്റൊരു കൗതുകം നക്ഷത്രമായിരുന്നു. പാറശാല നെടുവാൻവിള ഹോളി ട്രിനിറ്റി പള്ളി നിർമ്മിച്ച നക്ഷത്രം കണ്ടുനിന്നവർക്ക് അത്ഭുതമായി. ഏറ്റവും വലിയ ഒറിഗാമി നക്ഷത്രമെന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. കടലാസിൽ നിർമ്മിച്ച 1,05,000 നക്ഷത്രങ്ങൾ ചേർത്ത് വെച്ചാണ് ഭീമൻ നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. 38 അടി ഉയരവും 28 അടി വീതിയുമുള്ള ഒറിഗാമി നക്ഷത്രം ഗിന്നസ് ലോക റെക്കോർഡ് നേടാമെന്ന പ്രതീക്ഷയിലാണ്. കുഞ്ഞു മാലാഖമാരെ സാക്ഷിയാക്കി ഭീമൻ നക്ഷത്രം കൺതുറന്നു. നക്ഷത്ര തിളക്കത്തിന് അകമ്പടിയായി സിനിമാ താരം അരിസ്റ്റോ സുരേഷിന്റെ പാട്ടും വേദിയിൽ നിറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തലസ്ഥാനത്തെ വെറൈറ്റി ആഘോഷങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ രാഹുൽ ജി നാഥാണ് നമുക്കൊപ്പം ചേർന്നത്. രാഹുലെ, സാന്താക്ലോസ് തുള്ളിച്ചാടി വരുന്ന സാന്താക്ലോസ് ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ എടുത്തു വെച്ച് അവിടെ ഉള്ളവരെ പരിശോധിക്കും എന്നൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതൊരു കൗതുക കാഴ്ച. ഒപ്പം ആ വലിയൊരു നക്ഷത്രം, അതും ഒരു കൗതുക കാഴ്ച തന്നെയായില്ലേ? അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് തലസ്ഥാനത്തെ ആഘോഷങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആഘോഷങ്ങളിൽ അതെങ്ങനെ വ്യത്യസ്തമാക്കാം, എന്തൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ഇത് പകർന്നു നൽകാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പണ്ടുള്ളതുപോലെ 4-5 കസേരകളിട്ട് ഒരു ടേബിൾ എടുത്ത് വെച്ച് മൈക്കിലൂടെ ആളുകൾ പറയുന്ന ഒരാഘോഷ രീതി, ആഘോഷത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി, മൈക്കിലൂടെ മാത്രം അത് കേട്ടിരിക്കുന്ന ആളുകളിലേക്ക് ആശയം എത്തുന്ന ആ രീതിയൊക്കെ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് തോന്നുന്നത്. നമ്മൾ എല്ലാ കാലത്തും അത് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വാർത്താ ശൈലിയാകട്ടെ, റിപ്പോർട്ടിംഗ് ശൈലിയാകട്ടെ, അല്ലെങ്കിൽ പരസ്യങ്ങളാകട്ടെ, അതെല്ലാം ഈ പുതിയ കാലത്തിൻ്റെ ആ വൈബ്, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, വൈബ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെയാണ് ഒരു സാന്താക്ലോസ് സ്ഥിരം ശൈലിയിലല്ലാതെ സ്റ്റെതസ്കോപ്പുമായി മുന്നോട്ട് വരുമ്പോൾ ആളുകൾക്ക് കൗതുകം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് തമ്പാനൂർ ബസ് ഡിപ്പോയിലെന്നും. അവിടെ നിങ്ങൾക്ക് 24 മണിക്കൂർ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായം ലഭിക്കും തുടങ്ങിയ ഒരു അറിവാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വിശാലമായൊരു അറിവും നമുക്ക് അതിൻ്റെ ഭാഗമായി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റെതസ്കോപ്പുമായി സാന്താക്ലോസ് നിൽക്കുമ്പോൾ തന്നെ ആഘോഷം പകരുന്ന ആശയം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്, അത് ജനകീയമാകുകയാണ് എന്നുള്ള കാഴ്ചയാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. എത്രമാത്രം വ്യത്യസ്തമായ ആശയത്തിലൂടെ വളരെ വ്യാപകമായി മനുഷ്യരിലേക്ക് ആശയം എത്തിക്കാം എന്ന ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്ന് ഒരു വലിയ നക്ഷത്രമാണ്. അത് കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. ഒരു നാട്ടിലെ ആ പള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരുണ്ടാക്കിയ നക്ഷത്രങ്ങൾ ചേർത്ത് വെച്ച് ഒരു വലിയ നക്ഷത്രം ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയ ഒറിഗാമി നക്ഷത്രം എന്ന നേട്ടത്തിലേക്ക് പോകാൻ ഈ മനുഷ്യരുടെ പ്രയത്നം ഒരുങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഒരാശയത്തിനായി വ്യത്യസ്തമായ രീതിയിൽ ഒരുങ്ങുന്നു, വ്യത്യസ്തമായ ആശയം അതിലേക്ക് കൊണ്ടുവരുന്നു. മറ്റൊന്ന്, കുറേ മനുഷ്യരുടെ ആശയം, കുറേ മനുഷ്യരുടെ പ്രയത്നം അത് ഒരു നേട്ടത്തിലേക്ക് പോകുന്നു, അത് മനോഹര രൂപമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ തലസ്ഥാനത്തെ ക്രിസ്മസിൻ്റെ മിഴിവ് അത് വലുതാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ആഘോഷങ്ങൾ വരട്ടെ, ആശയങ്ങൾ വരട്ടെ. അങ്ങനെ ആശയങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അത് ആ ആശയം കുറേ മനുഷ്യരിലേക്ക് പകരും, അത് വീണ്ടും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ക്രിസ്മസ് ആഘോഷം തലസ്ഥാനത്ത് ഇത്തരം വെറൈറ്റികളിലൂടെ വൈബായി മാറി എന്നാണ് നമുക്ക് തീർച്ചയായും വൈബായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആഘോഷം മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ക്രിസ്മസ് ഒക്കെ പറയുമ്പോൾ ഈ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ആഘോഷമാണല്ലേ. ഇപ്പോൾ ഒരു ക്രിസ്മസ് കഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു വിഷമം നിലനിൽക്കുമ്പോഴും വലിയൊരു ആഘോഷം ന്യൂ ഇയർ വരാൻ പോവുകയാണല്ലേ. അപ്പോൾ തലസ്ഥാനത്തെ വെറൈറ്റി കാഴ്ചകളൊക്കെയാണ് രാഹുൽ ജിനാഥ് നമ്മളുമായി പങ്കുവച്ചത്.